ഈ DSCR നോട്ട് ഫോളോ ചെയ്യാം എന്നുള്ളൊരു കോൾ നമ്മൾ ആദ്യം മുതലുണ്ട്. ഇനീഷ്യലി ഫസ്റ്റ് വൺ ലൈൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ മുതൽ നമുക്ക് ആ പ്ലാൻ ഉണ്ട്. രാഹുലേട്ടനും ആ പ്ലാൻ ഉണ്ട്, നമ്മളെ DSCR നോട്ട് ഫോളോ ചെയ്തിട്ടൊരു തീം പ്ലേസ് ചെയ്യുക. പക്ഷേ നമ്മൾ അത് പടത്തിന്റെ ഒരു തീമായിട്ട് മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി വേറെ വേറെ തീമുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ ട്രാക്ക് ഇറങ്ങി, ഡേ ഓഫ് റാത്ത് ട്രാക്ക് ഇറങ്ങി. അതിൻ്റെ അകത്തുള്ളൊരു മെലഡി ഉണ്ട്, ഒരു ചെല്ലോ വയലിൻ പ്രോസസ് മെലഡി ഉണ്ട്. അപ്പൊ ആ മെലഡി നമ്മളൊരു തീം പോലെ യൂസ് ചെയ്തിട്ട് എന്റേതായ ഒരു സൗണ്ട് വേണമെന്ന് ഞാൻ, അത് പേഴ്സണലി എന്റെ ഒരു ഈഗോയാണ്. പുതിയൊരു എന്റെ പേരിൽ വരുന്ന വർക്കിൽ അതിനൊരു മാർക്ക് ഞാൻ എപ്പോഴും ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കണമുണ്ട്. പിന്നെ എന്റെ ഡ്രീമാണ്, ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആ സ്വപ്നം എനിക്ക് മറ്റേ ഉഴപ്പി വിട്ട് കളയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മാക്സിമം ഏത് പ്രോജക്റ്റ് ആണെങ്കിലും അങ്ങനത്തെ പ്രോജക്റ്റുകളെ ഞാൻ എടുക്കണുള്ളൂ. ഇങ്ങനെ മാക്സിമം ചെയ്യുന്ന പരിപാടി വൃത്തിയായിട്ട് ചെയ്യുക, പരിപാടിയിൽ പടം ചെയ്യുന്നുള്ളൂ. ക്രിസ്റ്റോ സേവ്യർ നമ്മുടെ കൂടെ. ക്രിസ്റ്റോ, ഹായ്. ഹായ്. DSCRയ്ക്ക് വേണ്ടി ഈ ഭ്രമയുഗത്തിന് ശേഷം മുതൽ ഭയങ്കര വെയിറ്റിംഗ് ആണ്, അടുത്ത സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത്. DSCR ക്രിസ്റ്റോയ്ക്ക് എന്തായിരുന്നു? ഉറപ്പായിട്ടും എക്സൈറ്റ്മെന്റ് ആണ്, എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇപ്പൊ ഭ്രമയുഗം ഭയങ്കരമായി ഈ ഇതിലെ ട്രാക്സിനെ കുറിച്ചാവട്ടെ, സ്കോറിംഗ് ഒക്കെ ഒരുപാട് പേര് സംസാരിക്കുകയും കുറേ കാലത്തിന് ശേഷമാണ് അത്രയും ഈ പാട്ടുകളെ കുറിച്ചും സ്കോറിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കേട്ടത്. അതൊരു തന്നൊരു റെസ്പോൺസിബിലിറ്റി ഭയങ്കര വലുതായിരിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. അത് ഒരു പേടിപ്പെടുത്തലാണോ, അല്ലെങ്കിൽ അടുത്തത് കൂടുതൽ എക്സൈറ്റ്മെന്റോടുകൂടി ചെയ്യാനുള്ള ഒരു ഇതാണോ, എന്തായിരുന്നു അത് തന്നൊരു? ഭ്രമയുഗത്തിന് തൊട്ട് മുമ്പ് റിലീസിന്റെ തലേദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ തോന്നിയവാസം കുറച്ചൊരു എക്സ്പെരിമെന്റൽ പരിപാടിയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, ഇത് വർക്കാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി കേട്ട് വന്നതിൽ ഒരു ട്രെൻഡിന്റെ അകത്തുനിന്ന് മാറി എൻ്റെതായ രീതിയിൽ ഞാൻ ചിന്തിച്ച് പിടിച്ചൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതേ സാധനം ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ അതുപോലെ എന്തായിരിക്കും ഇനി DSCR വരാൻ പോകുന്നത്, ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ളൊരു ആങ്സൈറ്റി ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം ഭ്രമയുഗത്തെ കുറിച്ച് ഞാൻ ചോദിക്കാൻ കാരണം, അത് തന്നൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ പ്രേക്ഷകർ അത്രയും അത് ഏറ്റെടുക്കും, അല്ലെങ്കിൽ സ്കോറിനെ കുറിച്ച് അത്രയും സംസാരിക്കും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു? സിനിമ എത്ര നല്ലതാണോ അത്രയും മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നു, സ്കോറിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും ഉണ്ടായില്ല. അത് എന്നാൽ കഴിയാവുന്ന വിധം മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അഡ്യന്റ് ഞാൻ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എല്ലാവർക്കും ദഹിക്കോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വർക്കായി. അതേ ടീമിന്റെ കൂടെ DSCR വരുമ്പം ഇപ്പൊ രാഹുൽ സദാശിവനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര കൃത്യമായ പ്ലാനോട് കൂടി ഒട്ടും ടൈം കളയാതെ ഭയങ്കര ആ ടൈമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്, അങ്ങനെ സിനിമ ചെയ്യുന്ന ആളാണെന്ന്. അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ഒരുപാട് എങ്ങനെ ആളുടെ ഒരു ഇൻവോൾവ്മെന്റ് മ്യൂസിക്കിലേക്ക് വരുമ്പം എങ്ങനെയാ? രാഹുലേട്ടന് വ്യക്തമായ ധാരണയുണ്ട് എന്താ വേണ്ടത്. അപ്പോൾ രാഹുലേട്ടനൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു മൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പൊളി സാധനം കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ അപ്പോൾ പുള്ളിക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് കാണുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എൻഡ് പുള്ളി ഭയങ്കര രസമായിട്ട് പുള്ളിയുടെ കോൾ ഭയങ്കര അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ ചില പോയിന്റിൽ ഇത് വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാവും, ഓക്കെ പുള്ളി ഉദ്ദേശിക്കുന്ന പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരുടെ ഈ ജഡ്ജ്മെന്റ് ഓക്കെ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവല്ലോ, അതിലേക്ക് ഒരുപാട് ദൂരം ട്രൈ ചെയ്യാറുണ്ടോ? ഇല്ല, ചില സമയത്ത് ചില പോയിന്റില് രാഹുലേട്ടൻ പറയുന്ന കാര്യത്ത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ രാഹുലേട്ടന് വേണ്ടത്. അപ്പൊ വീണ്ടും രാഹുലേട്ടന് വേണ്ടി എന്താ പരിപാടി എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് ചെയ്യും. ചില പോയിന്റിൽ ഞാൻ ചെയ്യുന്ന സാധനം രാഹുലേട്ടന് വർക്കാവില്ല, പക്ഷെ പിന്നീട് 2 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ രാഹുലേട്ടൻ ഇത് മതിയാണെന്ന് പറയുന്ന പോയിന്റുകളും വരാറുണ്ട്. ഒരു ഗീവ് ആൻഡ് ടേക്ക് ഭയങ്കര അടിപൊളി ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം ഭയങ്കര രസമായിട്ട് അത് വർക്കൗട്ട് ആവാറുണ്ട്. ഇപ്പൊ ഭ്രമയുഗം അല്ലെങ്കിൽ മറ്റു സിനിമകളിലാണെങ്കിലും ഇപ്പം ക്രിസ്റ്റോ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ഓക്കെ വർക്കായി, അത് പുറത്തിറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയുള്ള മൊമെന്റ്സ് ആയിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓഡിയൻസിന്റെ ഒരു അതെ. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് നമുക്കവിടെ ഇൻട്രോ ഭ്രമയുഗത്തിൽ അത് ഞാൻ ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അന്ന് വീട്ടിലെ സ്പേസിലായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ ബാക്കിൽ കൗച്ചിലിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഹൈ കിട്ടിയായിരുന്നു. അത് ഓഡിയൻസിന് അത് ഭയങ്കര വർക്കായി. ഇപ്പൊ DSCR എന്ന് എപ്പോഴും കണക്റ്റഡ് ടു ഒരു ഫ്യൂണറൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഫൈനാലിറ്റി ആണല്ലോ മനസ്സിലേക്ക് വരിക. അപ്പം ഇത് ഈ സിനിമ മൊത്തത്തിൽ കേട്ടിട്ടൊരു മൂഡ് ഉണ്ടാവുകയാണോ, അല്ലെങ്കിൽ ഓരോ
ക്യാരക്ടർ അനുസരിച്ച് അത് പോവുകയാണോ ചെയ്തത്? എങ്ങനെ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഈ DSCR നോട്ട് ഫോളോ ചെയ്യാം എന്നുള്ളൊരു കോൾ നമ്മൾ ആദ്യം മുതലുണ്ട്. ഇനീഷ്യലി ഫസ്റ്റ് വൺ ലൈനിന്റെ അടുത്ത് പറയുമ്പോൾ മുതൽ നമുക്ക് ആ പ്ലാൻ ഉണ്ട്. രാഹുലേട്ടനും ആ പ്ലാൻ ഉണ്ട്. നമ്മളെ DSCR നോട്ട് ഫോളോ ചെയ്തിട്ടൊരു തീം പ്ലേസ് ചെയ്യുക. പക്ഷേ നമ്മൾ അത് പടത്തിന്റെ ഒരു തീമായിട്ട് മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി വേറെ വേറെ തീമുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല തീം, അല്ലാതെ എക്സൈറ്റിംഗ് തീമുകൾ. ഇപ്പൊ ട്രാക്ക് ഇറങ്ങി, ഡേ ഓഫ് റാത്ത് ട്രാക്ക് ഇറങ്ങി. അതിൻ്റെ അകത്തുള്ളൊരു മെലഡി ഉണ്ട്, ഒരു ചെല്ലോ വയലിൻ പ്രോസസ്ഡ് മെലഡി ഉണ്ട്. അപ്പൊ ആ മെലഡി നമ്മളൊരു തീം പോലെ യൂസ് ചെയ്തിട്ടു. ഇപ്പൊ DSCR അത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, ഒരുപാട് ഹോളിവുഡ് സിനിമകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നോ അതിൽ നിന്ന് മാറ്റി? ആ സെയിം നോട്ടുകൾ സെയിം ആണ്, പക്ഷെ അതിനെ എങ്ങനെ വെറൈറ്റി ആയിട്ട് സൗണ്ട് ചെയ്യിപ്പിക്കാമെന്ന് ഉറപ്പായിട്ടും ചിന്തിച്ച് തന്നെ അത് പിടിച്ചേക്കണത്. പിന്നെ കുറച്ച് ചെല്ലോ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ കുറച്ച് എന്റേതായ കുരുത്തക്കേടുകളൊക്കെ കാണിച്ച് അങ്ങനെയാണ് ആ സൗണ്ട് റെഡിയാക്കി എടുത്തത്. ഈ ബക്കറ്റിൽ നിന്ന് മ്യൂസിക് ഉണ്ടാക്കിയതും ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിലേക്ക് പുതുതായിട്ട് എന്താ ഉണ്ട്? ഞാനത് പയ്യെ റിവീൽ ചെയ്യും. ഇപ്പൊ ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചേക്കണം. റിലീസ് എല്ലാം കഴിഞ്ഞ് ആൾക്കാർ പടം എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തു വിടും. അപ്പൊ ആൾക്കാർ കുറച്ചുകൂടി കണക്ട് ചെയ്യാനും പറ്റും, കുറച്ചുകൂടി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ എക്സൈറ്റ്മെന്റ് പോകും. അതെ, പക്ഷെ അതിന്റെ ഒരു രസം എന്താ, ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കുക ഒരു സുഖം. എനിക്ക് പറഞ്ഞ പോലെ എന്തേലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലാതെ വെറുതെ ഇപ്പൊ ടിപ്പിക്കൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ടോൺ വെച്ച് ചെയ്യുന്നതിനേലും എന്റേതായ രീതിയിൽ എന്തേലും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ടോ അതിനു വേണ്ടി? ഒരുപാട് ട്രൈ ചെയ്ത് എനിക്ക് DSCR ആദ്യത്തെ 2 ആഴ്ച ഞാൻ സ്റ്റക്കായിരുന്നു. ഇതിലോട്ട് കയറാൻ വേണ്ടി സൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടൈം വേസ്റ്റിംഗ് അല്ല, എനിക്ക് കുറച്ച് ചിലപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഇരിക്കും, വെറുതെ ഇരുന്ന് കുറെ നേരം വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കും, വെറുതെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കും, അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് കുറേ ദിവസങ്ങൾ വെറുതെ ഇരുന്നിട്ടുണ്ട്. ഞാൻ പയ്യെ ട്രാക്കിലോട്ട് കയറണം. ഈ കുറേ ദിവസം നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം അവസാനം വരെ പിന്നെയും കാണുമ്പോഴേ ആ ഒരു ഇത് ഓക്കെ ആ ഒരു ജഡ്ജ്മെന്റ് മനസ്സിലാകായിക വരുന്ന അങ്ങനെ എന്തെങ്കിലും? ഉറപ്പായിട്ടും എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രമേയത്തിന്റെ സമയത്താണേലും സൂക്ഷ്മദർശിനിയാണേലും ടർബോ ആണേലും DSCR ആണേലും എനിക്ക് ഒരു പോയിന്റിൽ നമ്മൾ പല വർഷം കാണുന്നുണ്ട്. ഇപ്പൊ സ്പോട്ട് എഡിറ്റ് കാണും, അതിന് മുമ്പ് കഥ കേൾക്കും, പിന്നെ ഫസ്റ്റ് കട്ട്, ഫൈനൽ കട്ട്, അങ്ങനെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് സൗണ്ട് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പല വർഷം കാണുമ്പോൾ ജഡ്ജ്മെന്റ് പോയി. ആക്ച്വലി സ്പീക്കിംഗ് പോയി. അതാ ഞാൻ പറഞ്ഞു, ഇത് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ വർക്കായാൽ നമുക്കത് ഓക്കെ ഇതായിരുന്നു പരിപാടി എന്ന് മനസ്സിലാണ്. അറ്റ് ദി എൻഡ് പേഴ്സണലി സ്പീക്കിംഗ് എനിക്കത് ഭയങ്കര രസമായിട്ട് രാഹുലേട്ടൻ ഷൂട്ട് ചെയ്ത് ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വിസിബിൾ ആണ് മറ്റേ ട്രെയിലറിലൊക്കെ. ജയദേവേട്ടനാണേലും മിക്സിംഗ് എഞ്ചിനീയർ ആണേലും MR രാജകൃഷ്ണൻ ആണേലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട്, എല്ലാ ടെക്നീഷ്യൻസും വൻ പൊളിയായിട്ട്, ഈവൻ കോസ്റ്റ്യൂം LV ആണ് കോസ്റ്റ്യൂം ചെയ്തത്, എല്ലാവരും വൻ പൊളിയായിട്ട് പണിയെടുത്ത പടവും ഉറപ്പായിട്ടും. എഫേർട്ട് ഉണ്ട് ഒരുപാട്. ഇത്രയും കണ്ടതിന് ശേഷം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സിനിമ കാണുന്നതിന്റെ ഫുൾ ഒരു രസം കിട്ടാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, ഒരു പുതിയ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഓഡിയൻസ് അല്ല, ഞാൻ ആ സമയത്ത് ഞാൻ എൻജോയ് ചെയ്യണത് ബാക്കി ആൾക്കാർ എങ്ങനെയാണ് ഓരോ പോയിന്റിൽ. ഇപ്പൊ മ്യൂസിക്കിൽ ഇന്ന മ്യൂസിക് ഇന്ന അഡ്രിനാലിൻ കിട്ടുന്നുണ്ടോ, ഈ പറഞ്ഞ പോലെ കോമഡി ആണെങ്കിൽ അവിടെ ചിരി വരുന്നുണ്ടോ, അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ ഇമോഷൻ വരുന്നുണ്ടോ, അത് ഞാൻ നോക്കാറ്. ഞാൻ എപ്പോഴും തിയേറ്ററിൽ ഇങ്ങനെ ബാക്കി ആൾക്കാർ സ്ക്രീനിൽ നോക്കുന്നതിനേലും കൂടുതൽ ഞാൻ ആൾക്കാർ എങ്ങനെ എടുക്കുന്നു, അതൊരു സന്തോഷമാണ് ഉറപ്പായിട്ടും. അതാണ് സന്തോഷം. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിയണ വരെ, ഇറങ്ങുന്ന വരെ ഒരു മറ്റേ പ്രസവ വേദന എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ഇപ്പൊ അതിനു മുമ്പ് ചിലപ്പോൾ പല പ്രഷർ ഉണ്ടാവും, ഡെഡ് ലൈൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്ത് ലാസ്റ്റ് റിലീസിന്റെ ടൈം ആവുമ്പോൾ ആ ഒരു ആശ്വാസം കിട്ടും. ഇതിപ്പം അതാ ഇനഫ് ടൈം നമുക്ക് കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം ഉണ്ടല്ലോ? അല്ല, ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ ടൈമുള്ള പടങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനത്തെ പടങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് അത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ടൈം വേണം. DSCRക്ക് ഏകദേശം എപ്പോ തുടങ്ങി എപ്പോ തീർത്തു എന്ന് ചോദിച്ചാൽ എല്ലാ പടങ്ങളും ഞാൻ അറൌണ്ട് 3 to 4 months ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ടൈമില്ലെങ്കിൽ വിടാറുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ വിട്ടിട്ടുണ്ട്. ആണല്ലേ? ഇത്രയും 3 to 4 months ടെക്നീഷ്യൻസിന് കിട്ടാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ട്. അത് പിന്നെ അതിന്റെ റിസൾട്ട് മനസ്സിലാവുന്നത് കൊണ്ട് ഇപ്പോ അങ്ങനെ തരും. നമ്മൾ അത്രയും സമയം നമ്മൾ പൊളി സാധനം തരും എന്നുള്ളൊരു വിശ്വാസം വന്നേക്കുന്നത് കൊണ്ട് ഓക്കെ ആയിട്ട് പ്രൊഡക്ഷൻ കൂടെ നിൽക്കും. ഡയറക്ടർ ആണേലും ഈ ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടോ? നോർമലി പോകാറുണ്ട്. അത് ഹെൽപ്പ് ചെയ്യോ കൂടുതലും? സാധാരണ എല്ലാ DSCR ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായില്ല. ആ സമയത്ത് കുറച്ച് ഞാൻ വേറെ കുറച്ച് ട്രാവലിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു. ബാക്കി ലൊക്കേഷനുകളെല്ലാം ഞാൻ
പോയിട്ടുണ്ട്. പോകുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. പിന്നെ ഡി എസ് എൽ എനിക്ക് ഹെൽപ്പ് ചെയ്തെന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ പോലെ മറ്റേ ലൊക്കേഷനിൽ പോകാത്തതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് മറ്റേ ഒരു വിഷ്വലി അവിടെ ബാക്കിൽ നടക്കുന്ന ബാക്ക് ഡ്രോപ്പിൽ ക്യാമറ വെച്ചേക്കുന്നത് ലൈറ്റ് വെച്ചേക്കുന്നത് കാണാതെ വിഷ്വല് കാണാനുള്ള ഒരു രസം വേറെയാണ്. ബ്രഹ്മയുഗത്തിന്റെ സമയത്ത് ശരിക്കും എനിക്കത് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പൊ മമ്മൂക്ക് അഭിനയിക്കുന്നതും അല്ലെങ്കിൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥൻ ഇവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അവരുടെ പെർഫോമൻസും മൊമെന്റിൽ കാണുമ്പോഴും നമുക്ക് ഭയങ്കര എക്സൈറ്റ്. പിന്നീട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കാണുമ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര ട്രാൻസിഷൻ പൊളിയായിരുന്നു. ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ മനയിൽ ഞാൻ അവിടെ വരിക്കാശ്ശേരി മനയിൽ രാത്രി ഞാൻ വെറുതെ അവിടെ ഫുൾ മനയിൽ കൂടി ഒറ്റക്കൊക്കെ നടന്ന് ചെറിയ ഹൊറർ വൈബൊക്കെ പിടിച്ച് അപ്പൊ അങ്ങനെ രസമായിരുന്നു ഒരു വെറുതെ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഹൊറർ സിനിമ കണ്ടിട്ട് ഒരു മ്യൂസിഷ്യൻ ആവണം എന്ന് ആഗ്രഹിച്ച ആളാണ്. നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ പലയിടത്തും ഒരു സൈലൻസ് ഉണ്ട്, പിന്നെ ഒരു പീക്ക് ചെയ്യുന്ന മൊമെന്റ് ഉണ്ട്. പീക്ക് ചെയ്യുന്ന മൊമെന്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സൈലന്റ് ആണ്, അവിടെ ഒരു ടിം വേണം. അപ്പൊ നമ്മളൊക്കെ ഇതൊരു മൊണോട്ടണസ് ആയി അങ്ങനെ പോകാമോ? ആ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാ? അതൊരു ചാലഞ്ച് ആണോ? അല്ല, എപ്പോഴും ഞാൻ ഇത് എന്റേതായ ഒരു സൗണ്ട് വേണമെന്ന് ഞാൻ അത് പേഴ്സണലി എന്റെ ഒരു ഈഗോയാണ്. പുതിയൊരു അത് എന്റെ പേരിൽ വരുന്ന വർക്കിൽ അതിനൊരു മാർക്ക് ഞാൻ എപ്പോഴും ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കണമുണ്ട്. പിന്നെ എന്റെ ഡ്രീമാണ്, ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആ സ്വപ്നം എനിക്ക് മറ്റേ ഉഴപ്പി വിട്ട് കളയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മാക്സിമം ഏത് പ്രോജക്റ്റ് ആണെങ്കിലും അങ്ങനത്തെ പ്രോജക്റ്റുകളെ ഞാൻ എടുക്കണുള്ളൂ. അങ്ങനെ മാക്സിമം ചെയ്യുന്ന പരിപാടി വൃത്തിയായിട്ട് ചെയ്യുക, പരിപാടിയിലെ പടങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇതിൽ തന്നെ ആ ഡേ ഓഫ് റാത്ത് കേൾക്കുമ്പം ആ ഡേ ഓഫ് റാത്ത് പറയുന്ന ആ പോർഷനിലേക്ക് വരുമ്പോണ്ടല്ലോ ഭയങ്കരമായ ഒരു ഹൈ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തോ ഒരു ട്രാൻസ് മ്യൂസിക്, എന്തോ ഒരു സൈക്കഡലിക് സാധനമൊക്കെ കേൾക്കില്ലേ, അത് നമ്മൾ മലയാളത്തിലെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു തരം മ്യൂസിക് ആണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം ഈ നോട്ട് പലർത്തും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിലൊരു പുതുമ കൊണ്ടുവരാന്നുള്ളത് ഒരു ചാലഞ്ചിങ് ആയി തോന്നുകയോ അല്ലെങ്കിൽ അങ്ങനെ? ഇല്ല, ആക്ച്വലി ഇതിനുവേണ്ടി നമ്മൾ വേറെ കുറെ ട്രാക്കുകൾ ട്രൈ ചെയ്തായിരുന്നു. ഞാനൊരു 6-7 ട്രാക്ക് ഇതിന് മുമ്പായിട്ട് ഞാൻ കുറെ വെർഷൻസ് ചെയ്തു ഈ ഡേ ഓഫ് റാത്ത്. എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഹുലേട്ടൻ്റെ ഒരു റെഫറൻസ് ട്രാക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പരിപാടി പോലത്തെ ഒരു സാധനം കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിൽ വീഴാൻ പറ്റണില്ല. അവസാനം രാഹുലേട്ടൻ പറഞ്ഞു, നീ ഒരു പണി നിന്റെ ഇഷ്ടത്തിലൊരു സാധനം ചെയ്തോന്ന് പറഞ്ഞിട്ടാണ് ഈ ഡേ ഓഫ് റാത്തിലോട്ട് വന്നത്. എന്നിട്ട് പിന്നെ എന്റേതായ രീതിയിൽ ഞാനൊരു ഈ ഒരു ഹൊറർ ആംബിയൻസ് ഫീൽ ചെയ്യുകയും വേണം, എന്നാൽ അതിനൊരു ഹൈ കിട്ടുകയും വേണം എന്നൊരു പരിപാടിയിൽ ഡേ ഓഫ് റാത്ത് പിടിച്ചത്. ഇപ്പൊ അതിൻ്റെ അകത്ത് വോയിസ് ഓവർ പോയേക്കണ രാഹുലേട്ടനെ നമ്മൾ പ്രോസസ് ചെയ്ത്, രാഹുലേട്ടന്റെ വോയിസ് ആണ് ഇത്. അപ്പൊ എനിക്ക് വോക്കൽ നമ്മൾ പ്രോസസ് ചെയ്ത് അത് പിന്നീട് പടം കണ്ട് കഴിയുമ്പോഴായിരിക്കും അതിന്റെ പരിപാടി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അത് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തേക്കണം. ഈവൻ ട്രെയിലറിലാണേലും നമ്മളത് ഇപ്പൊ മനസ്സിലാക്കണ്ട, പിന്നീട് ചിലപ്പോ ഇത് പടമൊക്കെ കണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോ എന്താണ് പറഞ്ഞത് വ്യക്തമാവും. അതങ്ങനെ തന്നെ പിടിച്ചേക്കണം. അല്ല, അതൊരു ഹോണ്ടിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നുണ്ട്. ഈ ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സാധനം ഇറങ്ങുമ്പോൾ ആളുകൾ അതിലേക്ക് സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു കൂടുതൽ റെസ്പോൺസിബിലിറ്റി തരികയാണോ? അത് കേട്ടില്ല. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ട്രാക്ക് ഇറക്കുന്നത്, അത് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്കോർ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാനോ? ആൾക്കാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഇതെന്താ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന്, അത് തരുന്നൊരു ഗുണമാണോ ദോഷമാണോ എന്താ? അതോ അതിന് ശേഷം ഇറങ്ങുന്നതാണോ ഇഷ്ടം? ശേഷം ഇറങ്ങുന്നതിനേലും നല്ല നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു റീകോൾ. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഈ രാവണപ്രഭു എല്ലാവരും ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന വെച്ചാൽ നമ്മൾ കണ്ടൊരു സാധനം തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉള്ളൊരു അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ അതുപോലെ ആയിരിക്കും ഇപ്പൊ ഏജ് ഓഫ് ബാൻഡ്. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗത്തിലെ ജൂക്ക് ബോക്സ് ആദ്യം ഇറക്കി, അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം ആൾക്കാരെല്ലാം സൗണ്ട് സ്കേപ്പ് ആയിട്ട് സെറ്റായി. ഇങ്ങനത്തെ ഒരു കേൾക്കാത്തൊരു പരിപാടിയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് എൻഡിൽ ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്, ഈ ഏജ് ഓഫ് മാഡ്നസ് പറഞ്ഞാൽ അതും ഈ സൈക്കഡലിക് സ്വഭാവത്തിൽ, സെമി സൈക്കഡലിക് സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു ട്രാക്ക്. അപ്പൊ അത് കേട്ടു. പിന്നെ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവര് ചിലപ്പോൾ ഫോണിലെ സ്പീക്കറിലായിരിക്കും കേൾക്കുന്നത്, പിന്നീട് ഇത് അവിടെ കേൾക്കുമ്പോൾ അതിന് വിട്ട് വലുതാവും. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. പിന്നെ സർപ്രൈസ്, വിഷ്വലി സർപ്രൈസ് ഡിമാൻഡ് ചെയ്യുന്ന സ്കോറുകൾ പുറത്ത് വിടാറില്ല നമ്മൾ. കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള സാധനങ്ങൾ മാത്രമേ തിയേറ്ററിൽ നമുക്ക് ആ ഒരു പ്യുവർ മാജിക് നമ്മൾ അറിയുകയാണല്ലോ. അപ്പൊ അത് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേറെയാണ്. അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ സ്വന്തമായി ചെയ്തൊരു സാധനം, ഫോർ എക്സാമ്പിൾ ബ്രഹ്മയുഗം തിയേറ്ററിൽ കേൾക്കുമ്പോഴേ ആ ഓഡിയൻസിന് ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് അത് അനുഭവിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ബ്രഹ്മയുഗം ആദ്യം തിയേറ്ററിൽ പോയി കണ്ടു, വനിത എവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ വെറുതെ കവിതയിൽ പോയി. എനിക്ക് ഫാൻസ് പരിപാടി എന്താണ് അവർ, പക്ഷേ അവിടെ മമ്മൂക്കയുടെ ഇൻട്രോ ഭയങ്കര ക്ലാസ് ആയിട്ടാണ് ഞാൻ മ്യൂസിക് ചെയ്തേക്കുന്നത്, അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ക്ലാസ് ആയിട്ടാണ്.
പക്ഷെ അവിടെ ആൾക്കാർക്ക് ആ ഒരു അഡ്രിനാലിൻ കിട്ടുമ്പോ അവര് ക്രൗഡ് ചിയർ ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് ഭയങ്കര രസമാണ്. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഉറപ്പായിട്ട്. പൊതുവേ കേൾക്കുന്നതും ഇങ്ങനത്തെ മ്യൂസിക്കുകളാണോ ഓർ അവർ കേൾക്കുന്നതിന്റെ ശീലം? ഇല്ല, ഞാൻ ഭയങ്കര മോശം ലിസണറാണ് ആക്ച്വലി സ്പീക്കിംഗ്. കേട്ടേക്കുന്നത് കൂടുതലും ഞാൻ പാട്ടുകൾ കേട്ടത് വീട്ടിൽ പണ്ട് പോലെ റേഡിയോ ഓണാണ്. ചെറുപ്പം മുതലേ ഞാൻ സ്കൂളിൽ പോകുന്ന പോലെ KP നമ്പൂതിരി ടിങ് കേട്ടിട്ടാണ് എഴുന്നേക്കണത്. അപ്പൊ ഇത് മുതലേ ഞാൻ റേഡിയോ അങ്ങനെ കുറെ പാട്ടുകളുടെ അതായിരിക്കും. അല്ലാതെ കേൾക്കാൻ വേണ്ടി കേട്ടേക്കണ വളരെ ചുരുക്കം. ഈ പറഞ്ഞ പോലെ നമ്മള് ബാൻഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ കുറച്ച് ബാൻഡുകൾ കേൾക്കും. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി പഠനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ പുതിയ എന്താ നടക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് കൂടുതലും കേൾക്കണം. ഇപ്പൊ സിനിമയിൽ ചെയ്ത് തുടങ്ങിയ ശേഷം ഇത് കൂടിയിട്ടുണ്ടോ? ഇല്ല, സിനിമയുടെ എത്തി. ഇപ്പൊ ഞാൻ പ്രോഗ്രാമറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മറ്റേ ഹോംവർക്ക് ചെയ്ത് തുടങ്ങി, എന്തൊക്കെയാ നടക്കണേന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ കേൾക്കും. അല്ലാതെ മറ്റേ ചിലപ്പോ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ അങ്ങനെ. ഇപ്പൊ ഒരു ഹൊറർ ജോണർ സിനിമ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് അങ്ങനത്തെ കുറെ വേറെ ഹോളിവുഡിൽ നിന്നൊക്കെ അങ്ങനെ കേൾക്കാം. ഞാൻ കുറെ ഹൊറർ കാണും. ഇതിന്റെ ചിലപ്പോ ഇവര് യൂസ് ചെയ്തേക്കുന്ന ടെക്നിക്ക് ഉണ്ടാവും. ഇന്ന പോയിന്റിൽ നിന്ന് സൈലൻസ് ബിൽഡ് ചെയ്തിട്ട് ഇന്ന പോയിന്റിൽ ഓൺ ആക്കുക, അല്ലെങ്കിൽ ഇന്ന പോയിന്റിൽ ഇന്ന സൗണ്ട് വരിക എന്നൊക്കെ പറയുന്ന പോലത്തെ കുറെ ഹൊറർ സിനിമാസിന് ഒറ്റക്കിരുന്ന് കാണാറുണ്ടായിരുന്നു. അത് ഇടക്കിടക്ക് ചിലപ്പോ ഹൊറർ ആയിരിക്കും ഞാൻ ഇരുന്ന് കാണണം മിക്കപ്പോഴും. അല്ലെങ്കിൽ വല്ല ഡാർക്ക് കോമഡി അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കും. പൊതുവെ ഹൊറർ സിനിമ പേടിയാവാറില്ല? ഇല്ല, ഞാൻ പേടിക്കാറുണ്ട്. ഉണ്ടോ? ഞാൻ പേടിക്കാറുണ്ട്. പക്ഷേ അതിനൊട്ടും മ്യൂസിക്കും ഒക്കെ വരുമ്പോഴേ ഉറപ്പായിട്ടും പേടിക്കാറുണ്ട്. എനിക്ക് പേടി വളരെ ചുരുക്കം പടങ്ങളാണ് അങ്ങനെ ഭയങ്കര പേടി കിട്ടാറ്. ചിലർക്ക് കുഴപ്പമില്ല. ചിലർക്ക് മറ്റേ കണ്ടു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ തന്നെ കിടന്നുറങ്ങും പേടിയായിട്ട്. അപ്പോ അങ്ങനെ ഹൊറർ കാണാറുണ്ട്. ഇപ്പോഴും കൂടുതൽ ഇഷ്ടം ഹൊറർ കാണാൻ ഇഷ്ടമാണ്. സ്കോർ ചെയ്യുമ്പോഴും അതാണോ? ഇല്ല, എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഹൊറർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. അത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക്. ഈ 12 നോട്ടിന്റെ അകത്ത് ഒതുങ്ങാതെ തോന്നിയവാസങ്ങൾ കാണിക്കാനുള്ള ഭയങ്കര ഒരു സ്പേസ് ഉണ്ട്. ഞാൻ ക്രിസ്റ്റോയുടെ പേജില് ബാൽമി എന്നാണോ എന്റെ പേര്, ബാമി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേൾക്കാൻ. പിന്നെ റിസറക്ഷൻ, അയ്യോ അത് ഞാൻ ഒന്നും കാണില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ. അത് എനിക്ക് തോന്നുന്നു കുറെ വർഷമായല്ലോ. ഷോർട്ട് ഫിലിമാണ്. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി കോവിഡ് ടൈമില് ഷോർട്ട് ഫിലിമിന് ചെയ്ത സൗണ്ട് ട്രാക്ക് ആയിരുന്നു. പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര സൈലൻസ് ഒക്കെ യൂസ് ചെയ്ത് ഭയങ്കര രസമാണല്ലോ. ഭയങ്കര മിനിമൽ. ആദ്യത്തെ എനിക്ക് 2 മിനിറ്റ് അടുത്ത് ഫുള്ളൊരു ആംബിയൻ. അതെ. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തോണ്ടിരിക്കുക, അങ്ങനെ ഒരു ശീലം ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഇന്നലെയും കൂടി അടുത്തൊരു ട്രാക്കിന് വേണ്ടി പയ്യെ ഐഡിയാസ് ഇങ്ങനെ എന്തേലൊക്കെ ആയിട്ട് വെറുതെ ബോറടിക്കുമ്പോ ഈ നേച്ചറുമായി കണക്ട് ചെയ്ത് സാധനങ്ങൾ ചെയ്യാന്നുള്ളത്. എനിക്ക് എന്തേലും ഇപ്പൊ ആസ്പിരിൻ അങ്ങനെ ഒരു ട്രാക്കാണ്. ഇനിയിപ്പോ അടുത്തത് വേറെ എന്തേലും വെറുതെ ഒരു ട്രാക്ക് ഉണ്ടാക്കും, പിന്നെ അതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്തിട്ടേ അതിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ടൈം വേണോ? ഉറപ്പായിട്ടും വേണം. ഞാൻ ഇപ്പൊ അടുത്ത പ്രോജക്റ്റിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് ബ്രേക്കിലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ കുറച്ച് ഗെയിം കളി, ട്രാവലിംഗ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ. അതാണ് റിഫ്രഷ്മെന്റിനുള്ളൊരു വഴി. അതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം ഇരുന്ന് നോക്കി. DSR കഴിഞ്ഞ് മിക്സ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഇരുന്ന് നോക്കി. പക്ഷെ അപ്പോഴും DSR നോട്ടുകളും അല്ലെങ്കിൽ ആ ഒരു രാഗത്തിന്റെ അകത്താണ് തല ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പയ്യെ വീണ്ടും ഒന്ന് ട്രാവലൊക്കെ ചെയ്ത് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ. ഈ ചിലർ നമ്മൾ പറയുമ്പോൾ ക്യാമറമാൻ ആണെങ്കിൽ ഈ കാഴ്ചകൾ ഇങ്ങനെ ഇടുക, അതുപോലെ ഈ ശബ്ദങ്ങളെ പുതിയ സൗണ്ട് ഉണ്ടാക്കുക, ഈ പരിസരത്തുള്ള ശബ്ദം ശ്രദ്ധിക്കുക, അതൊരു ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടക്കാറുണ്ടോ? അല്ലെങ്കിൽ കോൺഷ്യസ് അല്ല, കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും. അല്ലാതെ മറ്റേതിന് വേണ്ടി പോല് കുറവാണ്, പോകാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി അങ്ങനെ മദനോത്സവത്തിന്റെ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ. അതെന്റെ ഫസ്റ്റ് പടം. എനിക്കത് എന്റെ മാക്സിമം ഇട്ട് ചെയ്യണം എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സോളോ ട്രാവലൊക്കെ പിടിച്ച് മൊത്തം ചെറിയ നോർത്ത് ഇന്ത്യൻ പരിപാടികളൊക്കെ പിടിച്ച് കുറച്ച് ട്രൈബൽസിനൊക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ കുറച്ച് അവരുടെ സൗണ്ട്സ് കുറേ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാണ് മദനോത്സവം പിടിച്ചത്. അതുപോലെ ഇത് ബളാൽ എന്ന് പറഞ്ഞ കാസർഗോഡുള്ള സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം അവിടെ പോയി അവിടുത്തെ കുറെ ഫോക്ക് ടീമുണ്ട്. അവിടെ മുണ്ടമാണി എന്ന് പറഞ്ഞ ഏരിയയിൽ കുറെ ഫോക്ക് ആൾക്കാരുണ്ട്. അവരെയൊക്കെ റെക്കോർഡ് ചെയ്ത് അവരുടെ സൗണ്ട്സ് യൂസ് ചെയ്ത് എനിക്ക് പറഞ്ഞാൽ എൻ്റെതായ ഒരു പുതിയ സൗണ്ടുകൾ എപ്പോഴും അങ്ങനെ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നല്ല സൗണ്ട് കേട്ടാൽ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് യൂസ് ചെയ്യും. അത് അതുപോലെ പ്രോസസ് ചെയ്ത് യൂസ് ചെയ്യും. ഒറിജിനലി റെക്കോർഡ് ചെയ്തത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലും അങ്ങനെ ഇതിലുണ്ട് യൂസ് ഉണ്ടല്ലേ.
ഓക്കെ. ഇപ്പം പ്രണവിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആൾക്കാർ എപ്പോഴും വെയിറ്റിംഗ് ആണ്. പ്രണവിനെ ഇങ്ങനെ ഒരു ക്യാരക്ടറായി കാണുമ്പോൾ, രാഹുൽ സദാശിവൻ സിനിമയിൽ പ്രണവിനെ കാണുമ്പോൾ ഒരു രസം എന്തായിരുന്നു? അടിപൊളിയായിരുന്നു. ഭയങ്കര ഭയങ്കര ലുക്കായിട്ടാണ് പുള്ളിനെ പ്ലേസ് ചെയ്തേക്കണത്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. കാണാത്തൊരു കാഴ്ചയായിരിക്കും ഉറപ്പായിട്ടും. രാഹുലേട്ടനും നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പോ ഉണ്ടല്ലോ, അതിന്റെ ഒരു എനർജി എങ്ങനെയാ? എനർജി അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഈ മറ്റേ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഡെസ്പായിട്ടിരിക്കും, വീണ്ടും അടുത്ത സാധനം ചെയ്യും. അപ്പോൾ ഞാൻ ചില പോയിന്റിലൊക്കെ വർക്കായില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വർക്കായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു ദിവസം ബ്രേക്ക് ആണ്, മൂഡ് ഓഫ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഇരുന്ന് വർക്ക് ചെയ്യും, അത് വർക്കാവും. ഉറപ്പായിട്ടും അത് ഭയങ്കര രസമാണ്. കാരണം അവരോട് ഭയങ്കരമായിട്ട് പിഴിയും, അത് ഭയങ്കര പൊളിയാണ്. പറഞ്ഞ പോലെ എന്നെ മാക്സിമം എന്നെ അറിയാൻ പുള്ളിക്ക്, അപ്പോൾ എനിക്ക് എന്തൊക്കെ കേപ്പബിൾ ആണെന്ന് അറിയാം. അപ്പോൾ ചില സാധനങ്ങൾ ഇത് നീയല്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് വരും, കുറച്ചുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളി സാധനം വരും. അപ്പൊ അത് ഉറപ്പായിട്ടും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊരു പ്രഷർ തരില്ല അല്ലേ? ചില സമയത്ത് പ്രഷറാണ്, പക്ഷെ ഞാനതിന് നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് അവർക്ക്. പക്ഷെ പ്രഷർ അങ്ങനത്തെ പ്രഷറല്ല, അതൊരു മറ്റേ ഹെൽത്തി. എന്തായാലും ഒരു നല്ല സാധനം കിട്ടാനുള്ളൊരു പ്രഷറാണല്ലോ. അതുപോലെ ക്രിസ്റ്റോയുടെ വോയിസ് ഒരു രക്ഷയില്ല. ഒരുപാട് പേര് പാടിപ്പിച്ചിട്ടുണ്ടാവും, എന്നാലും ഭ്രമയുഗത്തിലെ പാട്ടൊന്ന് പാടും. ഓക്കെ, തൊണ്ടേ കടിച്ചിരിക്കുന്നു. സാരല്ല. ഈ മഹാലോകത്തെ കാക്കേണേ തമ്പായേ, ആധിയും വ്യാധിയും മാറ്റേണേ തമ്പായേ, ദുരിതങ്ങൾ മായ്ക്കേണേ, അന്നം നീ തന്നോണേ, കഥനങ്ങൾ ഒഴിയേണേ, കാരുണ്യം നീ കനിയേണേ. ഈ ക്രിസ്റ്റോ ചെയ്ത പാട്ടുകൾ കേട്ടിട്ടോ സ്കോർ കേട്ടിട്ടോ സുഷിൻ ഒരു പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും? സുഷിൻ ചേട്ടൻ ബ്രഹ്മേദം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അടിപൊളി വർക്കാടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഞാൻ എഴുന്നേക്കാൻ ടൈമിൽ കണ്ട ഞാൻ വിളിച്ചത്. തിയേറ്ററിൽ കാണാൻ പറ്റില്ല സുഷിൻ ചേട്ടന്, പക്ഷെ OTT വന്നിട്ടാണ് കണ്ടത്. എന്നിട്ട് ആ ഹൈ കിട്ടി. അപ്പോൾ അതുപോലെ സൂക്ഷ്മദർശിനി കണ്ടിട്ടും വിളിച്ചായിരുന്നു, ഗംഭീര വർക്കാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. സുഷിന്റെ അടുത്ത് അങ്ങനെ ഒരു വാലിഡേഷൻ കിട്ടുന്നതേ അതാണ് എന്റെ അപ്രോച്ച്. ഞാൻ എപ്പോഴും പറയും, ഓരോ പടം കഴിയുമ്പോഴും സുഷിൻ ചേട്ടന് കണ്ടിട്ട് വിളിക്കണേന്ന് പറയും. അപ്പോഴാണ് ഓക്കെ ഇത് വർക്കാണ്. ഈ സുഷിന്റെ അടുത്തുനിന്ന് പഠിച്ചൊരൊറ്റ കാര്യം എന്ന് ചോദിച്ചാലേ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും എന്തായിരിക്കും? നോക്കി കണ്ടും പടം എടുക്കുക, അതായിരിക്കും. കാരണം ഞാൻ കുറച്ച് സെലക്റ്റീവ് ആവാൻ കാരണം സുഷിൻ ചേട്ടനായിരിക്കാം. സുഷിൻ ചേട്ടൻ അവിടെ ഓരോ പടം എടുക്കുമ്പോഴും അതിന്റെ നല്ല അത്രയും വർക്ക് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ സുഷിൻ ചേട്ടൻ എടുക്കാറുള്ളൂ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ്. ഞാനും അങ്ങനെ തന്നെ ഇപ്പോൾ ഫോളോ ചെയ്യണത്. ഒരു സ്കോർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തോ കിട്ടുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, ക്രാക്ക് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ ആ ഒരു ഫീൽ എന്തായിരിക്കും? എന്താ തോന്നുന്നത് അപ്പോൾ? അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഇപ്പൊ ഈ ഡേ ഓഫ് റാത്ത് കിട്ടി, ഞാനിപ്പോ എന്റെ ബോയ്സിനെ എല്ലാവരും ഞാൻ വിളിച്ച് കേൾപ്പിക്കും. ഇപ്പൊ ഈവൻ ചിലപ്പോ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഞാൻ കേൾപ്പിക്കും അവന്മാരെ. അപ്പൊ അവന്മാരുടെ മുഖത്ത് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് പോയി ഇതിന്റെ ഫൈനൽ ഒരു പരിപാടിയായിട്ട് വീണ്ടും കേൾപ്പിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലാവും പരിപാടി വർക്കാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. പിന്നെ ഇനീഷ്യൽ സാധനം കേൾക്കുമ്പോൾ എനിക്കറിയത് എങ്ങോട്ടാ എത്താൻ പോണേന്നുള്ള കാര്യം. ഇവർക്ക് അതിനൊരു കിട്ടില്ല ഉറപ്പായിട്ടും. അത് കഴിയുമ്പോൾ ഇവരെ കേൾപ്പിക്കും. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ പ്ലേ ചെയ്യും, അമ്മേനെ വീട്ടിലെല്ലാവരും ഉണ്ടാവും, കേൾപ്പിക്കും. എന്നിട്ട് ഹാപ്പി ആയിട്ട് കിടന്ന് ഉറങ്ങും. ചില സമയങ്ങളിൽ ഉറക്കം പ്രശ്നമാകാറുണ്ട്. വർക്കാവാത്ത ഈ പറഞ്ഞ പോലെ ശരിയാവണില്ലല്ലോ, വരാറില്ലല്ലോ പറഞ്ഞ സമയത്ത് ചില സമയത്ത് ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് ഒരുപാട് നേരത്തെ എഴുന്നേക്കും. അപ്പൊ അങ്ങനെ വളരെ ചെറിയ ഉറക്കമൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ കൊണ്ട് കേൾപ്പിക്കും അല്ലേ? അമ്മേനെ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? മീൻസ് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് കേൾക്കുമ്പോൾ കിട്ടുമോ? അത് ചില ട്രാക്കുകള് ഇപ്പൊ ഈ ഏജ് ഓഫ് മാഡ്നസ് അവർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അവരുടെ ടേസ്റ്റ് ആയിരിക്കില്ല ഉറപ്പായിട്ടും. അത് ഹൈ BPM അത്ര ലൗഡ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ വരുമ്പോൾ
എന്നാലും മറ്റേ കൊള്ളൂലെന്നൊന്നും പറയാറില്ല, നമുക്ക് അതിന്റെ അഡ്രിനാലിൻ കിട്ടാറുണ്ട്. ഉണ്ട്. ഈ പാട്ട് പിന്നെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ അങ്ങ് ഉറപ്പിക്കുക അതൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, വിളിച്ചു കഴിഞ്ഞാൽ നല്ല പാട്ടാണെങ്കിൽ പാടുമായിരിക്കും. ആണോ? സ്വന്തം കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ ഇനി ചിലപ്പോൾ പാടുമായിരിക്കാം, അറിയില്ല. അത് ഡിപ്പെൻസ് ഓൺ എനിക്ക് കമ്പോസ് ചെയ്ത് വരുമ്പോൾ എൻ്റെ സൗണ്ട് വർക്കാവുമെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ പാടുള്ളൂ. അമ്മയ്ക്ക് ഈ പാട്ട് പാടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഭ്രമയുഗത്തിലെ പാട്ടേ തിയേറ്ററിൽ ഇരുന്ന് മോന്റെ വോയിസിൽ കേൾക്കും. അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. അമ്മ പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞു പോയത്. അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. അമ്മ പറയാറില്ലേ ഉണ്ടാക്കുന്ന പാട്ട് പാടും കൂടെ ചെയ്യുന്നു? ഇടക്ക് പറയാറുണ്ട്. അപ്പോൾ പക്ഷെ പാടിയിട്ടുണ്ടല്ലോ ആവശ്യത്തിൽ. ഭ്രമയുഗത്തിൽ മൊത്തം ഞാൻ തന്നെയാണല്ലോ പാടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഹാപ്പിയാണ്. ഈ DSCRയ്ക്ക് ശേഷം ഉള്ള പ്രോജക്ട്സ് പറയാറായിട്ടുണ്ടോ? നിലവിലൊന്നും പുറത്ത് പറയാനായിട്ടില്ല. അടുത്ത ഉള്ളത് സലീം മുഹമ്മദ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു നല്ലൊരു സിനിമ. ഓക്കെ. എന്താ അതിലൊരു ഹുക്കിംഗ് പോയിന്റ്? എസ് പറയാൻ കാരണം എന്താ? സലീം മുഹമ്മദ് ആണോ? എനിക്ക് അദാമിൻ്റെ മകൻ അബു കണ്ടതിലുള്ളൊരു എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്ട് ആയ സിനിമയാണ്. ഓക്കെ. നമ്മളെ ആ ഒരു വേദന ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു എനിക്ക്. ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട പടമാണ്. പക്ഷെ എനിക്ക് അന്ന് ഭയങ്കര വർക്കായ സിനിമയാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ സലീമിക്ക് എന്നെ വിളിക്കുക എന്ന് പറയുന്നത് രണ്ട് കോൺട്രാസ്റ്റ് ആണ്. അപ്പോൾ അന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ. അത് മേ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണർ ആയിരിക്കുമല്ലോ അല്ലേ? ഡിഫറെന്റ് ആയിരിക്കും. അതൊരു ഞാൻ പറയണില്ല, കൂടുതൽ സ്പോയിലേഴ്സ് തന്നെയില്ല. ഈ ഒറ്റപ്പാട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ടിനെ കുറിച്ച് ചോദിച്ചാൽ, അങ്ങനെ 1-2 പാട്ടുകൾ ചോദിച്ചാൽ ഏതാ പറയാം? ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നെബുലകൾ ഭയങ്കരമായിട്ട്, മഞ്ഞുമൽ, പിന്നെ ദേവാങ്കണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ജോൺസൺ മാഷിന്റെ കോമ്പോസിഷൻസ് ഒക്കെ ഭയങ്കര റൂട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇടക്ക് പുള്ളിയുടെ പാട്ടുകൾ ഇടക്ക് കേൾക്കാറുണ്ട്. റെക്സേട്ടൻ്റെ പാട്ടുകൾ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും റെക്സേട്ടൻ ട്രാക്കുകളെ കൂടുതലും പോവാറ്. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ്റെ ഈ അടുത്തിറങ്ങി തെറ്റി കേട്ടുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ അങ്ങനെ ഒരു പാട്ടായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ കണ്ടംപററീസ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ബാക്കി മ്യൂസിക്, ഇവരൊക്കെ ആയിട്ടുള്ളൊരു നല്ല റാപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ പരസ്പരം വർക്കുകൾ ശ്രദ്ധിക്കുക? ഞാൻ എപ്പോഴും ഇപ്പൊ ജെയ്ക് ചേട്ടനാണേലും ജസ്റ്റിൻ ചേട്ടനാണേലും സുഷിൻ ചേട്ടനാണേലും ഷാനിക്കയാണേലും നോബിൻ പോൾ, എനിക്ക് എല്ലാവരുമായിട്ടും നമ്മൾ കണക്ഷൻ ഉണ്ട് ഉറപ്പായിട്ടും. ഇടയ്ക്ക് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും ഓരോ ട്രെയിലറൊക്കെ. ദീപക്കേട്ടനാണേലും എല്ലാവർക്കും ഓരോന്ന് അയച്ചു കൊടുക്കാറുണ്ട്. ഈ നെഗറ്റീവ് കമന്റ്സ് വന്നാൽ അത് വേദനിപ്പിക്കാറുണ്ടോ? ചിലത് മറ്റേ അൺവാണ്ടഡ് കമന്റ് ആണെങ്കിൽ ഞാൻ പറയും എന്തെങ്കിലും കാണിക്കും എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡ് ആക്കാറില്ല. നമ്മളെന്താ ചെയ്ത വെച്ചാൽ നമുക്കറിയാലോ. പിന്നെ ചില നെഗറ്റീവൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം ഇതെന്താണ്, നമ്മുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് നമുക്ക് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ മറ്റേ വിഷമവും, പക്ഷെ അങ്ങനെ കാര്യമാക്കാറില്ല. ഓക്കെ. അപ്പോൾ ഒരു മലയാളം പാട്ടും കൂടെ പാടിത്തരുമോ? വേറെ ഏതെങ്കിലും എപ്പോഴും പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ട്? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. താങ്ക് യു. ഈ സ്റ്റുഡിയോ എന്നുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണല്ലോ അല്ലേ? ആദ്യം വീടിന് മുകളിൽ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി സിനിമകളൊക്കെ ചെയ്തത്. DSCRയിൽ നിന്നാണ് ഇവിടെ. ഈ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോട്ട് എന്തായിരുന്നു? ബാക്കി എല്ലാ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളും വേണം, എന്നാൽ അതിൻ്റെ ഒരു എനർജി ഇതെല്ലാം കംപ്ലീറ്റ് എനിക്ക് ഒരുപാട് മറ്റേ ഭയങ്കര സ്റ്റുഡിയോയിഷ് ആവരുതെന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സ്പേസ്, ഞാൻ എൻ്റെ ഒരു ബെഡ്റൂമിൽ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ടോൺ ഒരിടത്തും കാണാത്ത, ഇവിടെ ഞാൻ അങ്ങനെ പോയ സ്റ്റുഡിയോകളിലൊന്നും ഇങ്ങനത്തെ ഒരു ടോൺ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു സ്പേസ് വേണം ആഗ്രഹിച്ച് അങ്ങനെ. ഗ്രീൻ ഇഷ്ടമാണോ കളർ? അങ്ങനെ ഗ്രീൻ ഞാൻ മറ്റേ സ്റ്റുഡിയോ ചില ഇന്റർനാഷണൽ
ആർട്ടിസ്റ്റുകളുടെ ഒക്കെ സ്റ്റുഡിയോ കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടം വെച്ചിട്ട് ആ കളർ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ചതാ ഗ്രീൻ. ഓക്കെ, അപ്പൊ ഈ സ്റ്റുഡിയോ ഇനി വലിയ 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 നല്ല 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 പാട്ടുകൾ ഉണ്ടാവട്ടെ. എന്താ പറയുക, മ്യൂസിക് കൊണ്ട് മാജിക് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഉറപ്പായിട്ടും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.